ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ധാരാളമായ യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനം നീ ഒരു കഴുതയാണ് എന്ന ധ്യാനമാണ്. ഈ കർത്താവിൻ്റെ കഴുതയാവുക എന്നുള്ളതാണ് സുവിശേഷ വേല. കർത്താവിൻ്റെ കഴുതയായിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് സുവിശേഷ വേല. അതുകൊണ്ട് ഈ ബലഹീനനായ കഴുതയ്ക്ക് ദൈവം ആലോചന തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നമ്മൾ ഒരു ദിവസം ശരാശരി 2 തവണയെങ്കിലും 3 തവണയെങ്കിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒരു ദിവസം 3 തവണ നിങ്ങളിത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഏകദേശം മാസത്തിൽ എത്ര തവണ? 90. ഒരു വർഷം ആകുമ്പോൾ അത് ഏകദേശം 10,000 കഴിയും. ആണോ? 10 വർഷമാണെങ്കിൽ 1,00,000 കഴിയും. 20 വർഷമായാൽ 2,00,000. അപ്പോൾ ഒരു 4-5 ലക്ഷം പ്രാർത്ഥന ഇത് പ്രാർത്ഥിച്ചിട്ടുള്ളവരോട് ഇരിക്കുന്നവർ എന്ന് എനിക്കറിയാം. ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ള അച്ഛന്മാരും ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ ഉറങ്ങാം, ഇടയ്ക്ക് ഉറങ്ങാം, നടുക്കുറങ്ങാം. എപ്പോൾ ഉറങ്ങിയാലും നിങ്ങൾക്കറിയാത്ത ഒന്നും പറയാൻ എനിക്കറിയില്ല. എന്നാൽ ഉറങ്ങി വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ആൾക്ക് ദേഹോദ്രവം ഉണ്ടാക്കരുത് എന്ന് മാത്രം പ്രാരംഭമായി പറയും. ഏത് പുസ്തകം വായിച്ചാലും, ഏത് ഫിലോസഫി വായിച്ചാലും, ഏത് സാഹിത്യം വായിച്ചാലും, ഏത് ജനറിലുള്ള പുസ്തകം വായിച്ചാലും കിട്ടാത്ത ഒരു സൗന്ദര്യം ഉള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. Whatever genre of literature you read, whether it is philosophy or it is psychology or it is anthropology, still Bible stands out. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുവാൻ, ഈ പുസ്തകം പഠിക്കുവാൻ, ഈ പുസ്തകം മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നതിന് ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഇത് വായിക്കുന്നതും വായിച്ചു കേൾക്കുന്നവനും വായിക്കുന്നവനും അത് ചുമന്നവനും അത് ഭവനത്തിൽ വെച്ചവനും അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതിൻ്റെ തലമുറയാണ് മല്ലപ്പള്ളി. അത് മറന്നു പോകരുത്. ജോർജ് മാത്തനച്ഛനെ നിങ്ങൾ പഠിക്കണം. ജോർജ് മാത്തനച്ഛൻ്റെ ചരിത്രം പഠിക്കണം. ഈ ദേശത്തെക്കുറിച്ച് പഠിക്കണം. കല്ലൂപ്പാറ പള്ളിയെക്കുറിച്ച് പഠിക്കണം. ഇവിടെയുള്ള എല്ലാ ദേവാലയങ്ങളെയും കുറിച്ച് പഠിക്കണം. YMCA പ്രസ്ഥാനവും ചിൽഡ്രൻസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ പ്രസ്ഥാനവും ഒക്കെ ആരംഭിച്ചത് ഇവിടുന്നാണ് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടെ ഓർക്കണം. ഇന്ന് മാത്രമല്ല, പൂനെയിലും ഡൽഹിയിലും രജിസ്റ്റേർഡ് ആയിരിക്കുന്ന പല NGOസിൻ്റെയും മെയിൻ ആൾക്കാർ ഇവിടെ നിന്നുള്ളവരാണെന്നുകൂടെ ഓർക്കണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശത്ത് ഉപ്പാപ്പൻ്റെ മണ്ടേ തഴമ്പൊട്ടായിട്ട് എനിക്ക് ഗുണമില്ലെന്നൂടെ ഓർക്കണം. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കണം. അതുകൊണ്ട് ഈ വേദഭാഗത്തേക്ക് നാം വരികയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ലളിതമെന്ന് നമുക്ക് തോന്നുന്നതും ഏറ്റവും ആഴത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതും പർവ്വത പ്രസംഗങ്ങളാണ്. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഭാഗമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആംഗലേയ സാഹിത്യത്തിലെ പ്രമുഖരായ ചില എഴുത്തുകാർ ഗാന്ധിക്ക് ഈ ഭാഗത്തെക്കുറിച്ച് കത്തുകൾ അയക്കുമായിരുന്നു. അത് ശ്രദ്ധിച്ചു വായിക്കണമെന്ന് ഗാന്ധിയെ ഓർപ്പിച്ചത് ഒരു പട്ടക്കാരനാണ്. നിങ്ങൾക്കറിയാം ആ പട്ടക്കാരൻ്റെ പേര് CF ആൻഡ്രൂസ്. ദീനബന്ധു CF ആൻഡ്രൂസ് നിരന്തരമായി ഗാന്ധിയോട് പറയുമായിരുന്നു ഇത് നല്ലതാണ്. അതുകൊണ്ട് ഗാന്ധി ഇത് വായിക്കുകയും പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വളരെ ലളിതമാണ്. ഇത് വായിക്കാത്തവർ അത്യാവശ്യമായിട്ട് ഈ പുതുവർഷത്തിൽ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമായി ഒരു തവണയിലും വായിക്കണം. ഈ അധ്യായങ്ങൾ തുടങ്ങുന്നത് ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. 5-ാം അധ്യായം 1-ാം വാക്യം. നമുക്കെല്ലാവർക്കും ആ വേദഭാഗം എടുക്കാം. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. 5-ന്റെ 1. 5-ന്റെ 1-ൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു. പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി,
അവൻ ഇരുന്ന ശേഷം. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. യഹൂദ റബിമാർ പ്രസംഗിക്കുമ്പോൾ നിൽക്കുകയും പഠിപ്പിക്കുമ്പോൾ ഇരിക്കുകയുമാണ്. The posture of Jewish rabbi when they preach is standing and when they teach is sitting. അതുകൊണ്ടാണ് നിത്യതയുടെ ചില ഉപദേശങ്ങളെ, ആത്മീകമായ ചില മർമ്മങ്ങളെ പഠിപ്പിക്കുന്നതിന് കൊണ്ടാണ് യേശു ഇരുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ പണ്ട് ഇതൊരാളുടെ സംശയം ചോദിച്ചപ്പോൾ, എൻ്റെ കൊച്ചിൽ വെച്ചപ്പോൾ ആൾ പറഞ്ഞു കുറച്ചു നേരം നിന്നില്ല, പിന്നെ കുഴഞ്ഞ് യേശു ഇരുന്നാണ്. ഇങ്ങനെയൊന്നും നമ്മൾ ഉപദേശം ഉണ്ടാക്കുകയും ചെയ്യരുത്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ സഞ്ചരിക്കണം. അതുകൊണ്ട് താൻ ഇരുന്ന ശേഷം പഠിപ്പിക്കുകയാണ് ചില ആത്മീക മർമ്മങ്ങൾ. ഇനി പറയുന്നത് മുഴുവൻ ശിഷ്യന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണേ, നമുക്കറിയാം പുരുഷാരവുമുണ്ട് ശിഷ്യന്മാരുമുണ്ട്. ആണോ? ഉണ്ടോ? നിങ്ങൾ ഉറങ്ങിയില്ലെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ അറിയേണ്ടതിന്, നമ്മൾ ആരും ഉറങ്ങിയില്ലെന്ന് നാട്ടുകാർ അറിയേണ്ടതിന് ഇടയ്ക്കിടയ്ക്കൊന്ന് പറയണേ. ചോദ്യം ആവർത്തിക്കട്ടെ, പുരുഷാരവുമുണ്ട് ശിഷ്യന്മാരുമുണ്ട്. ആണോ? ഉണ്ടല്ലോ. അവർ തമ്മിൽ എന്താ വ്യത്യാസം? എന്നോടൊരു അമ്മച്ചി പണ്ട് പറഞ്ഞേ, ഞാൻ പള്ളിയിലൊക്കെ ശുശ്രൂഷ തുടങ്ങി പറഞ്ഞു, എൻ്റെ അച്ഛ ഒന്നും ചോദിക്കാതിരിക്കാനും ഇച്ചിരി മനസ്സമാധാനത്തിനും വേണ്ടി ഇങ്ങോട്ട് വരുന്ന ഈ പ്രസംഗത്തിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾ എന്തു എനിക്കറിയാം. അപ്പോൾ ചോദ്യം, പുരുഷാരമുണ്ട് ശിഷ്യന്മാരുമുണ്ട്, രണ്ടു കൂട്ടി തമ്മിൽ എന്താ വ്യത്യാസം? എന്താ? പുരുഷാരം ജനങ്ങളാണ്, കറക്റ്റ്. ശിഷ്യന്മാര് പുരുഷാരം 5 അപ്പവും 2 മീനും യേശു വാഴ്ത്തി കൊടുത്തപ്പം തിന്നേച്ച് വീട്ടിൽ പോയ കൂട്ടരാണ്. ആണോ? അത് കഴിഞ്ഞ് ഇതിൻ്റെ മർമ്മം എന്തെന്ന് ചോദിച്ചു കൊണ്ട് നിന്നൊരു ഗ്രൂപ്പുണ്ട്, അവരാണ് ശിഷ്യന്മാർ. ആണോ? ജീവിതത്തിൽ ദൈവം തരുന്ന നടത്തിപ്പുകളെ, അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് അവിടെ തന്നെ മടങ്ങിപ്പോകുന്നവരുണ്ട്. ശരിയാണോ? ആണോ? അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ച് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്ന്, ആഴം എന്തെന്ന് കുറച്ചുകൂടെ പഠിക്കണമെന്ന് മനസ്സിലായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. അവരോടാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, മരമൺ മഹായോഗത്തിന് പണ്ട് എന്നെ കൊണ്ട് പോകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചൻ എന്നെ കൊണ്ടുപോകും. എലന്തൂരിൽ നിന്ന് നടന്ന് പുന്നക്കാട് വഴി, തെക്കേമല വഴി, വഞ്ചിത്ര കടവ് വഴി ഞങ്ങളവിടെ ചെല്ലും. ഞാൻ അപ്പച്ചൻ്റെ ഒരു ശിപായി ആയിരുന്നു. എൻ്റെ അമ്മയുടെ പിതാവ് ഉപദേശിയും എൻ്റെ അപ്പൻ്റെ പിതാവ് കൊപ്ര ബിസിനസ് ചെയ്യുന്ന ആളുമായിരുന്നു. അപ്പം കൊപ്ര എന്ന് നിങ്ങൾക്കറിയാമോ? ഡ്രൈഡ് തേങ്ങ സ്കൂപ്പ്ഡ് ഔട്ട് ഈസ് കോൾഡ് കൊപ്ര. ഓക്കെ. അപ്പോൾ എൻ്റെ അപ്പച്ചൻ കൊപ്രായ്ക്കൊക്കെ ഞാൻ സഹായിച്ചു കഴിഞ്ഞ് എന്നെ കൊണ്ട് മാരാമണ്ണോട്ട് കൊണ്ടുപോകും. നടന്ന് ഇങ്ങനെ പോവുകയാണ്. മാരാമൺ മണൽപ്പുറത്ത് ചെല്ലുമ്പോൾ അന്ന് ധാരാളം സ്റ്റാളുകളുണ്ട്. അന്ന് ധർമ്മഗിരി മന്ദിരത്തിൻ്റെ സ്റ്റാളിൽ കൊണ്ടുപോയി എനിക്ക് ഏത്തയ്ക്കാപ്പവും ചായയും വാങ്ങിച്ചു. പിന്നെ അന്ന് മാരാമണ്ണോട് ചെന്നിറങ്ങുന്നിടത്ത് ഈ ബക്കറ്റിൽ ഇട്ട് ഓടുന്നൊരു ബോട്ടുണ്ടായിരുന്നു. അതേലൊരെണ്ണം ഞാൻ കണ്ടുവെച്ച് പോവും. തിരിച്ചു വരുമ്പം അതും ഒന്ന് വാങ്ങിച്ചത്. എനിക്ക് സന്തോഷമാണ്. പാട്ടൊന്നും പാടാനും അറിയത്തില്ല. പിന്നെ അന്ന് ഈ മാരാമൺ മണൽപ്പുറമായിരുന്നു, കസേരപ്പുറമല്ല. ഇനിയൊക്കെ നമ്മൾ അതിനോടത്തിൻ്റെ ഒക്കെ മാറ്റണം, കാലം മാറി. ചുമ്മാ അങ്ങ് പറയാം മണൽപ്പുറം. എവിടെ മണൽപ്പുറം? കസേരപ്പുറം. അന്ന് കസേരയൊന്നുമില്ല, മണലാണ്. പൂഴി മണലും നല്ല കല്ലും ഒക്കെയാണ്. അപ്പോൾ ഈ കല്ലും മണ്ണും കൊണ്ട് ഒത്തിരി സാധനമൊക്കെ ഉണ്ടാക്കിയിരിക്കും. അപ്പച്ചൻ വളരെ ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കും. ഒരു 12 വയസ്സൊക്കെ ആയപ്പോൾ അപ്പച്ചൻ ഒരു ദിവസം എൻ്റെ മുഖത്ത് നോക്കി മാരാമണ്ണോട് ഇറങ്ങുമ്പം എന്നോട് പറഞ്ഞു, കുഞ്ഞേ, 2-3 വർഷമായിട്ട് നീ ഏത്തയ്ക്കാപ്പം കഴിക്കാനും ബോട്ട് വാങ്ങിക്കാനും വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ആ മണല് നീ കുറേ ശരിയാക്കിയിട്ടേച്ച് പോകുന്നു. ഈ കൺവെൻഷൻ തൊട്ട് അത് വേണ്ട. എനിക്കിന്ന് സങ്കടമാണ്. കുഞ്ഞേ, അവിടെ പറയുന്നവരൊക്കെ ആഴമായി പഠിച്ചു പറയുന്നവരാണ്. അവർ പറഞ്ഞിടത്തേക്ക് നീ ചെല്ലാൻ ആഗ്രഹിക്കണം. അങ്ങനെ എൻ്റെ അപ്പച്ചൻ അപ്രാവശ്യം എന്നെ മുന്നേ കൊണ്ടുവന്നിരുത്തി. 2ാമത്തെ നിരയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, മണൽ. അപ്പോൾ
അയിരൂരുള്ള ഒരച്ഛനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഒരു ഫോറിനർ പ്രസംഗിക്കുന്നത്. സാധ്യമായ പ്രസംഗമാണ്. ഞാൻ ഈ അച്ഛനെയാണ് നോക്കിയിരിക്കുന്നത്. കാരണം നമുക്കന്ന് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അത്താപ്പത്താൻ നഹി. ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പ്രസംഗം കേട്ടു. അപ്പച്ചൻ എന്നോട് ചോദിച്ചു, പ്രസംഗം എല്ലാം കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ബസ്സൊക്കെ കൊണ്ടുപോകും. പിന്നെ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് പ്രസംഗിച്ചത്. ഞാൻ എല്ലാ കഥയും പറഞ്ഞു. അപ്പോൾ ശരി, നല്ലതായിട്ട് നീ ശ്രദ്ധിച്ചു. ആ വർഷം അപ്പച്ചനൊന്നും പറഞ്ഞില്ല. അടുത്ത വർഷം എന്നൊക്കെ പറഞ്ഞു, കുഞ്ഞേ നിനക്കൊരു ഗുണമുണ്ടായി. കഴിഞ്ഞ വർഷം വരെ ഏത്തക്കാപ്പത്തേലായിരുന്നു കണ്ണ്, അവിടുന്ന് മാറി. ഇപ്പം നമ്മുടെ അയിരൂരച്ഛനെ നീ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ കുഞ്ഞേ നീ കഥയെ കേട്ടുള്ളൂ, കാര്യമൊന്നും കേട്ടില്ല. അപ്പോൾ ഞാൻ 9ാം ക്ലാസ്സായി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കാര്യം കേട്ടു. ഈ പ്രോസസ്സിനെയാണ് പുരുഷാരത്തിൽ നിന്ന് ശിഷ്യനാവുക എന്ന് പറഞ്ഞു. 60ാം വയസ്സിലും ഏത്തക്കാപ്പം തിന്നേച്ച് പോകാനാണ് വരുന്നതെങ്കിൽ എന്നാ ഗുണം. ക്ഷമിക്കണം കുഞ്ഞേ നീ മുന്നോട്ട് പോകും തോറും ഇത് കടലാണെന്നും ഈ കടൽ, ഈ വചനമാകുന്ന കടൽ, ഈ വചനമാകുന്ന കടലിൻ്റെ ആഴത്തിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവാകുന്ന നാഥൻ നിന്നെ കാണുമെന്നും ആ നാഥൻ്റെ സ്നേഹത്തിലേക്ക് ആഴ്ന്നി ചെന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് പുരുഷാരത്തിൽ നിന്ന് ശിഷ്യരിലേക്കുള്ള യാത്ര. ശിഷ്യത്വത്തിൻ്റെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് 6ാം അധ്യായം. 6ാം അധ്യായത്തിൽ രഹസ്യമായി ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറയുന്നു. സത്യത്തിൽ രഹസ്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം പ്രണയമായതുകൊണ്ടാണ് രഹസ്യമാകുന്നത്. കർത്താവായ യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ പ്രണയം, അല്ലേ? കർത്താവിനെ കൂടുതലായിട്ട് ആരെ ഇഷ്ടപ്പെടരുത്. ഇഷ്ടപ്പെട്ടാൽ ദുഃഖിക്കേണ്ടി വരും. ഇന്ന് അല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. ക്ഷമിക്കണം കേട്ടോ, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഇങ്ങനെ പറയാനേ അറിയത്തുള്ളേ. ഇന്ന് അല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം ഏറ്റവും വലിയ പ്രണയം, ഏറ്റവും വലിയ ഇഷ്ടം, അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് ആ വരികൾ ഭയങ്കര ഇഷ്ടം. എൻ സ്നേഹഗീതമാ എന്നേശുനാഥാ നീ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. കർത്താവായ യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ ഇഷ്ടം. അപ്പൊ യേശുവിനോട് വർത്താനം പറയുന്നതോ ഈ യേശുവിനോട് സംസാരിക്കുന്നതോ മറ്റാർക്കും കണ്ടാൽ മനസ്സിലാവത്തില്ല. ആണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രണയം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ അബദ്ധത്തിൽ പ്രണയം ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്കൊരു രഹസ്യ ഭാഷയുണ്ട്. ശരിയാണോ? ആണോ? അത് വേറെ ആർക്കും, ഞാനിത് പലയിടത്ത് പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഒന്നുകൂടെ പറയാം. ആരെങ്കിലും യൂട്യൂബിൽ കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ബാംഗ്ലൂർ ഒരു പിരിവിന് പോയി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, അച്ഛാ 5000 എഴുതുക. എല്ലാം പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സ് എല്ലാം പറഞ്ഞു. 5000 എന്ന് പറയുകയും ഒരു ചുമ. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞ എമൗണ്ട് എഴുതാൻ വരട്ടെ, ഞാനൊന്ന് പോയിട്ട് വരാം. പുള്ളി മുറിക്കകത്തോട്ട് പോയി തിരിച്ചു വന്നു. എന്നോട് പറഞ്ഞു 2500 മതി. ഞാൻ പറഞ്ഞു ഞാൻ എഴുതുന്നില്ല. അതെന്നാ അച്ചു എഴുതാത്തത്? ഞാൻ പറഞ്ഞു ഇനി ഒരു ചുമയുണ്ട്, എഴുതാൻ കാണത്തില്ലല്ലോ ഒന്നും. Right? There is a special language of talking, of sharing between the lovers or husband and wife. Right? അതുപോലെ ഒരു വിശ്വാസിക്ക് തൻ്റെ കാന്തനായ, തൻ്റെ എല്ലാമായ, തന്നെ ഉള്ളതുപോലെ അറിയുന്ന, തനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ, ഇതുപോലെ തന്നെ ആരും സ്നേഹിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ആ കർത്താവുമായിട്ട് ഒരിടപാട്.
ഇതിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ എൻ്റെ ധാരണ, നിങ്ങളാരും ഏത്തയ്ക്കാപ്പം കഴിക്കാൻ വന്നവരല്ല. ഓക്കെ, നിങ്ങളാരും ബോട്ട് വാങ്ങിക്കാൻ വന്നവരുമല്ല, നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ വന്നവരുമല്ല, നിങ്ങളെല്ലാവരും ശിഷ്യന്മാരുമാണ്. അഡ്വാൻസ് ലെവലാണ്, കാരണം 105 വർഷമായി. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഈ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ആ പ്രണയത്തിൽ മറ്റാർക്കും മനസ്സിലാകാത്ത രഹസ്യമായി മിസ്റ്ററി, ഗ്രീക്ക്, ബിജോച്ചനൊക്കെ ഗ്രീക്കിൻ്റെ എക്സ്പെർട്ടാണ്. മിസ്റ്ററി, ഗ്രീക്കിൽ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ the intimate transaction between the intimate persons. The intimate transaction between the intimate persons. ഇതാണ് രഹസ്യം എന്ന വാക്കിൻ്റെ, മലയാളത്തിലെ രഹസ്യത്തിൻ്റെ റൂട്ട്, ഗ്രീക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 6-ാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ രഹസ്യമായി ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് എന്തോ ചെയ്യണം? 6-ന്റെ 1 നോക്കിയോ, എല്ലാവരും പുസ്തകം തുറക്കണേ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യുന്നു. ഒന്ന്, നിങ്ങളുടെ നീതി രഹസ്യമായിരിക്കണം, അഥവാ നിങ്ങൾ നീതിമാൻ എന്നുള്ളത് എന്തായിരിക്കണം? ഒരു രഹസ്യം ആയിരിക്കണം. പൊതുവെ നീതിമാനാണ് എന്നുള്ളത് 4 പേര് അറിയുമ്പോഴാണ് നീതിമാന് തന്നെ നീതിമാനാന്ന് തോന്നുന്നത്. ശരിയാണ്? നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കന്യക മറിയാമിനെ രഹസ്യമായി ഉപേക്ഷിപ്പാൻ ജോസഫ് നീതിമാനാകൊണ്ട് ശ്രമിച്ചു. ചില വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ 5-6 അധ്യായം കഴിഞ്ഞോ വേറെ പുസ്തകത്തിലോ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇത് വളരെ സൂക്ഷിച്ചു വായിക്കണം വേദപുസ്തകം. രണ്ടാമത് പറയുന്നു, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യർക്ക് നിന്ന് മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും നിങ്ങൾ ചെയ്യും. രണ്ടാമതായി, നിങ്ങൾ രഹസ്യമായി പ്രണയനിമിത്തം മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ദാനം. ആണോ? അഥവാ നിങ്ങൾ പബ്ലിക്കിന് വേണ്ടിയാണ്, പരസ്യത്തിന് വേണ്ടിയാണ് ദാനം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ ദാനമേ അല്ല ചെയ്യുന്നത്. പണ്ട് അമ്മാച്ചൻ അനന്തരവൻ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. ഈ അനന്തരവൻ അങ്ങ് പഠിച്ച് മിടുക്കനായി, നല്ലൊരു വീടൊക്കെ വെച്ചു. കാണുമ്പോൾ അമ്മാച്ചൻ പറയുക, നിനക്ക് ഷർട്ടില്ലാത്ത കാലത്ത് ഞാനാണ് ആ ഷർട്ട് വാങ്ങിച്ചത്, നീ ഓർത്തോണം. അവൻ ആ നാട് വിട്ട് വിറ്റേച്ചങ്ങ് പോയി. നിങ്ങൾ കൊടുക്കുന്നത് മാനത്തിന് വേണ്ടിയാണെങ്കിൽ, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ, അത് വേദപുസ്തക പ്രകാരമുള്ളതല്ല, അത് ക്രിസ്തീയമല്ല, അത് വേദവിപരീതമാണ്. എന്നോട് ചോദിക്കാം, അല്ല അച്ഛൻ പറയാൻ വല്ല അവകാശമുണ്ടോ? ഞാൻ ഉണ്ട്, അവകാശം. ഞങ്ങളുടെ വീട് പണി നടക്കുകയാണ്. ഞങ്ങളുടെ ഫാദർ മരിച്ച് 2 വർഷം കഴിഞ്ഞ് പണി നടക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡ് ഒരു മുറി, ഒരു സ്റ്റോറ്, ഒരു അടുക്കള, നടുക്കൊരു ഹോള്, ഈ സൈഡിൽ 2 മുറി. ഇത്രയുമാണ് ഞങ്ങളുടെ വീട്. വീടിൻ്റെ പണി ഇങ്ങനെ നടന്നു, മേളിൽ വരെ വന്നു. മേൽക്കൂര വാർക്കണം, സിമൻറ്റ് എടുക്കണം. എലന്തൂരിൽ നിന്നും ഇലവന്തിട്ടയ്ക്ക് അപ്പുറത്ത് തുമ്പമൺ എന്ന് പറയുന്ന സ്ഥലത്ത് രാമഞ്ചിറയിൽ അന്ന് ശങ്കർ സിമെൻറ്റിൻ്റെ ഒരു ഏജൻ്റ് ഉണ്ട്. അവിടെ പോയി സിമെൻറ്റിനൊക്കെ വില പറഞ്ഞുറപ്പിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ വാർത്ത വന്നു, സിമെൻറ്റിന് വില കൂടി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 5 മക്കളാണ്. ഞാനും അമ്മയും കൂടെ ചേർന്ന് ഹൈ ലെവൽ സിൻഡിക്കേറ്റ് മീറ്റിംഗ് കൂടി. ഞാനും അമ്മയും, ബാക്കി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചു, നമ്മൾ ഒരു സൈഡ് വാർക്കുന്നില്ല, ഒരു മുറിയും അടുക്കളയും സ്റ്റോറും നടുക്കത്തെ ഹോളും വാർക്കുന്നു. അങ്ങനെ തീരുമാനമായി. രാവിലെ ഞങ്ങളുടെ മേസ്ത്രി പണിയാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വാർക്കാൻ പറ്റുന്നില്ല, ഒരു സൈഡ് വാർക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു അരമണിക്കൂറോളം അമ്മയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞത് വേണ്ട. വൈകിട്ട് ഞങ്ങളുടെ വീട് എലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ അകത്താണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 100-200 മീറ്റർ കയറിയ ഉടനെ കടകൾ തുടങ്ങുകയാണ്. അപ്പോൾ വൈകിട്ട് ഞങ്ങളുടെ ഒരു കടയിലെ അച്ചായൻ വന്നു. അപ്പോൾ ഈ പറ്റ് ബുക്ക് നിങ്ങൾക്കറിയാമോ? 100 കാപ്പിപ്പൊടി 50 പൈസ പണ്ട് എഴുതിക്കൊണ്ട് പോകുന്നൊരു ബുക്കുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ തേപ്പ്, തൂപ്പ്, ആപ്പ്, പണ്ടത്തെ. അപ്പോൾ ഈ ബുക്കും കൊണ്ട് പോകുന്ന കടയിലെ അച്ചായൻ ഒന്ന് മുറ്റത്ത് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മയെ പൊടിച്ചാൻ മുറ്റത്ത് നിൽക്കുന്നു. അമ്മ പറഞ്ഞു, കയറി വരാൻ പറ. ഞാൻ പറഞ്ഞു, പൊടിച്ചാൻ വന്നിട്ട്. അച്ചായൻ കയറി വന്നു, കസേര ഇട്ടു, ഇരുന്നു. കുറച്ചു നേരം വർത്താനം പറഞ്ഞു. മോളി ടീച്ചറെ,
ഈ സൈഡ് വാർക്കുന്നില്ലയോ? ഞങ്ങൾ ഞെട്ടി. അങ്ങനെയാണല്ലേ നാട്ടിൻപുറത്തിൻ്റെ ഒരു ഗുണം. ചെറുതായിട്ട് പറഞ്ഞാലും എല്ലാവരും അങ്ങ് അറിയും. അതെന്താ വെച്ചാൽ നമ്മളായിട്ട് 10 പേരോട് പറഞ്ഞിട്ട് നമ്മൾ പറയും നീയായിട്ട് ഇനി ആരോടും പറയാൻ ഒന്നിക്കേ. നമ്മൾ 10 പേരെ വിളിച്ച് പറയും സാറേ, എന്നിട്ട് പറയും നിങ്ങളായിട്ട് ഇനി ആരോടും പറയാൻ. നമ്മൾ 10 പേരോട് പറഞ്ഞു. എന്തായാലും ഞാനും അമ്മയും കണ്ണി നോക്കി. അപ്പം അച്ചായൻ പറഞ്ഞു, അല്ല ഞങ്ങളോട് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, നമ്മുടെ മേസ്തിരി പറഞ്ഞതുകൊണ്ടാണ്. ശരി. അപ്പോൾ എന്നിട്ട് മേസ്തിരി പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇത് വാർക്കണം. അമ്മ പറഞ്ഞു പറ്റത്തില്ല. അപ്പം എന്നെ വിളിച്ചിട്ട് ഒരു പത്രത്തിനകത്ത് ഒരു കെട്ടി നോട്ട് പറഞ്ഞു ഇത് മതി വാർക്കാൻ. അപ്പം അമ്മ പറഞ്ഞു അയ്യോ വേണ്ട, അതിപ്പോൾ ഉടനെയെങ്കിലും തരാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഉടനെയെങ്കിലും വേണ്ട, ഇവന് പഠിച്ച് എന്തെങ്കിലും ജോലിയാകും. ഞാനന്ന് പണിയൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണെന്ന് വെച്ചാൽ നമുക്ക് വാഴയ്ക്ക് കിളയ്ക്കാനും ഒക്കെ അറിയാം. അവൻ എന്തെങ്കിലും പണിയെടുത്തോളും, അവൻ തരും, അത് മതി, ഇപ്പോൾ ഇത് വാർക്ക്. അങ്ങനെ ആ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. മുറ്റത്തിറങ്ങിയിട്ട് അദ്ദേഹം തിരിച്ചു കയറിയാണ്. അവനാണ് ഇത് പ്രസംഗിക്കുന്നത്. ഞാൻ കയറി വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ വന്ന കാര്യമോ ഈ പൈസ തന്ന കാര്യമോ എൻ്റെ മരണം വരെ ലോകത്തിൽ ആരും അറിയാൻ പാടില്ല. ഇതിൻ്റെ പേരാണ് ക്രിസ്തീയ ദാനം. രഹസ്യത്തിലോ പരസ്യത്തിലോ പ്രകടനത്തിനു വേണ്ടി നീ ദാനം ചെയ്യുന്നെങ്കിൽ അത് ദൈവികമല്ല, പൈശാചികമാണ്. മൂന്നാമതായി ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനായിരിക്കണം? രഹസ്യത്തിലായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപകട മരണം എന്ന് പറയുന്നത് അതൊരു പരസ്യ പരിപാടിയായെന്നുള്ളതാണ്. പ്രാർത്ഥനകൾ അപകടമരണത്തിൽ മരിച്ചു. അതെന്താണ്? പരസ്യ പരിപാടിയായപ്പോൾ അത് തീർന്നു. പ്രാർത്ഥന കർത്താവിന് മുമ്പാകെ ഇരുന്ന് ഹൃദയം പകരുന്ന അനുഭവമാണ്. അത് കർത്താവിന് നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മൾ എത്ര കൂടെ താമസിച്ചാലും നമ്മുടെ വീട്ടുകാർക്കോ, നമ്മൾ എത്ര കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ നമ്മുടെ വർക്കർക്കോ നമ്മളെ ശരിക്കും മനസ്സിലാവണമെന്ന് ഇല്ല. എന്നാൽ എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പാകെയാണ് പ്രാർത്ഥനയിൽ ഹൃദയം പകരുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയും, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അറിയുകയും നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യും. Many people will judge you, some will misunderstand you, some will stare at you, some will say many things about you to others. But Jesus Christ, the Lord and Savior, will understand you completely. നിന്നെ മുഴുവനായി മനസ്സിലാക്കുക. നിന്റെ വേദനയെ, നിന്റെ ഭാരത്തെ, നിന്റെ ചോദ്യത്തെ. നമ്മുടെ ബിജുവച്ചൻ പ്രാർത്ഥനയിൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ ആകുലതകളെ അറിയുന്ന ദൈവം, ഈ ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് 6 അപേക്ഷകളാണുള്ളത്. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 6 അപേക്ഷകൾ. ഒന്നാമത്തെ അപേക്ഷ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, നിന്റെ രാജ്യം വരണമേ. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. 4, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. 5, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പുസ്തകത്തിലില്ലേ, ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇത്രയേ ഉള്ളൂ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കും. 6 അപേക്ഷ അല്ലേ? സത്യത്തിൽ വേദപുസ്തകം മുഴുവൻ ഈ 10 കൽപ്പനയുടെ രീതിയിലാണ് പോകുന്നത് കേട്ടോ. 10 കൽപ്പനയിൽ ആദ്യത്തെ 4 നമുക്കറിയാം ദൈവികമായ ദൈവ അനുഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 5 മുതൽ താപ്പോട്ട് അല്ലേ ലോകത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10 കൽപ്പന എവിടെ കൊടുത്തേക്കുന്നത്? നിങ്ങൾ എന്നെ തുറിച്ചു നോക്കുന്നത് എപ്പോഴാണ് എഴുതിയ? ഞങ്ങളോട് ആരും ഫോർവേഡ് പോലും ചെയ്തില്ല. പുറപ്പാട് പുസ്തകം എത്ര അധ്യായം? കേൾക്കത്തില്ല, ചുമ്മാ തള്ളരുതേ. ശരിയാണ്, കറക്റ്റ്, യു റൈറ്റ്. പുറപ്പാട് 20-ാം അധ്യായം അവിടെ മാത്രമേ ഉള്ളൂ. ഇവർ മാത്രമല്ല, ഇവരോടൊന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രമേ ഉള്ളൂ. വീട്ടിൽ പോയി വായിക്കണം. ആവർത്തന പുസ്തകം അസൈൻമെന്റ് തരാം. 5, 6, 7 ഒന്ന് വായിച്ചേക്കണം പോയി വീട്ടിൽ പോയി സമയം പോലെ. അപ്പം ഇവിടെ 2 കാണുന്നത് ദൈവവിഷയവും ചരിത്രത്തെയും ദൈവവിഷയത്തെയും ലോകത്തെയും നിത്യതയെയും എവരിഡേയും ചേർത്ത് വെക്കുന്നതാണ് വേദപുസ്തകം മുഴുവൻ. ഇത് 2ഉം 2ആയിട്ടല്ല, 2ഉം ഒന്നായിട്ടുമല്ല, 2ഉം തമ്മിൽ ബന്ധമുണ്ടെന്നും 2ഉം തമ്മിൽ തുടർച്ചയുണ്ടെന്നും പഠിപ്പിക്കുന്നതാണ് വേദപുസ്തകം. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഘടനാരീതിയിൽ ചില ആത്മീക മർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 3 അപേക്ഷ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം. പിന്നെ പറയുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഇതിൻ്റെ അർത്ഥം നമ്മൾ വേഗം പഠിക്കുകയാണ്.
24 മിനിറ്റായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്. 1 മണിക്കൂറാണല്ലോ നമ്മുടെ സാധാരണ സമയം. എന്നുവെച്ചാൽ ഉറങ്ങുന്നവർക്ക് വേണ്ടി, ഉണരാൻ വേണ്ടിയാണ് സമയം പറയുന്നത്. നോക്കിയേക്ക്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഒരു ചോദ്യമുണ്ടേ, ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാണോ അല്ലയോ? അതെ അല്ലേ? ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാണെങ്കിൽ നമ്മൾ എന്തിനാണ് അത് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ വിശുദ്ധമാക്കുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു. ദൈവത്തിൻ്റെ നാമത്തിനേക്കാൾ കൂടുതൽ ഇതര നാമങ്ങളിലേക്ക് ഞങ്ങൾ പോയി നിന്റെ നാമത്തിനെ താഴ്ത്താനോ നിന്റെ നാമത്തിനേക്കാൾ ഉപരിയായി മറ്റ് നാമങ്ങൾക്ക് പ്രാധാന്യം കൊടുപ്പാനോ ഇടയാക്കരുതേ. എൻ്റെ ജീവിതത്തിൽ നിന്റെ നാമമായിരിക്കണം ഏറ്റവും വലുത്. ദൈവമക്കൾ ശ്രദ്ധിക്കണം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഭാര്യയുടെ പേര് ലൂസി എന്നാന്ന് വിചാരിച്ചു. ലൂസി 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 എന്നൊരു അച്ചായം വിളിക്കുന്നുണ്ടെങ്കിൽ അപകടമാണ്. അത് നിന്റെ ദൈവമായിക്കൊണ്ടിരിക്കുക. തിരിച്ച് ബാവുച്ചായനാണ് സെക്രട്ടറി എന്നെ സ്വാഗതം പറഞ്ഞല്ലേ. ബാവുച്ചായ ബാവുച്ചായ ബാവുച്ചായ. സൂക്ഷിക്കണം. നമ്മൾക്ക് എന്താണോ, ഏത് വാക്കാണോ രാവിലെ മുതൽ വൈകിട്ട് വരെ ആവർത്തിക്കുന്നത് അത് നമുക്ക് ദൈവമായിക്കൊണ്ടേ സൂക്ഷിക്കണം. നിന്റെ നാമത്തിനപ്പുറത്തേക്ക് ഒന്നിനെയും ഉയർത്താനിടയാക്കരുത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് പാലായിൽ പൈക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബിസിനസ്സുകാരിയെ കാണാൻ പോയി. ബിസിനസ്സുകാരി 70 വയസ്സുള്ള ഒരു ആൻറ്റിയാണ്. കാണാൻ പോയതിൻ്റെ കാര്യം, പുള്ളിക്കാരി ഒരു 15 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇത് വലിയ കാര്യമല്ലേ? സത്യമല്ലേ? അല്ല, നമ്മളത് പഠിക്കണം. വല്ലവരും തുടങ്ങുന്ന സ്ഥാപനം മുടക്കാൻ മാത്രമല്ല കഴിവ് വേണ്ടിയത്, സ്ഥാപനങ്ങൾ തുടങ്ങണം. അപ്പോൾ ഈ പുള്ളിക്കാരിയെ കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ 15 പേർക്ക് ജോലി കൊടുക്കുകയും ഈ 15 പേരും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പലരും പറഞ്ഞ് കേട്ടറിഞ്ഞെന്നാണ്. അപ്പോൾ ഈ 15 പേരും വർഷം കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഈ 15 പേരുടെയും വീടുകളിലെ ആവശ്യങ്ങൾക്ക് ഈ ആൻറ്റി സഹായിക്കുന്നു. നല്ല ഒരു ആൻറ്റിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കേക്കിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്, ആൻറ്റി എങ്ങനെയാണ്? പറഞ്ഞു, ജനുവരി തൊട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ. ജനുവരിയിൽ അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കും, പിന്നെ മാർച്ചിൽ ഫെബ്രുവരിയിൽ അതിൻ്റെ നട്ട്സ് എല്ലാം വാങ്ങിക്കും, പിന്നെ അത് പിന്നെ വീഞ്ഞു കൊണ്ടുവരും. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുക. അപ്പം ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി മറുപടി പറയുന്നത് വളരെ രസകരമാണ്. കർത്താവിൻ്റെ കൃപയാൽ ജനുവരിയിൽ അച്ഛാ എങ്ങനെയും ഡിസൈനൊക്കെ ശരിയാക്കും, പിന്നെ കർത്താവിൻ്റെ കരുണയാൽ. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, അച്ഛോ അച്ഛന് വല്ലതും മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ലടോ താൻ പറ. അച്ഛോ അച്ഛൻ കേക്ക് എന്നാ ചോദിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞു, അതെ. പുള്ളിക്കാരി എന്തോ മറുപടി പറഞ്ഞാൽ അച്ഛൻ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ല സഹോദര, അവർ കർത്താവ് എന്നാ പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ പറഞ്ഞ, ഇതാ അച്ഛനും പുള്ളിക്കാരിയും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ അബദ്ധമായോണ്ട് സന്തോഷമായി. ഇത് എഴുതിയെടുക്കല്ലേ സാറേ? റൈറ്റ്? വെളിവില്ലാത്ത സാങ്കോശി അച്ഛൻ കേക്ക് എന്ന് ചോദിച്ചപ്പോൾ ആത്മീകമായി ഇരുത്തം വന്ന, ആത്മീകമായി പക്വതയുള്ള കർത്താവിൻ്റെ നാമത്തെയാണ് എപ്പോഴും എല്ലാ നിമിഷത്തിലും ഉയർത്തുന്നതെന്ന് വ്യക്തതയുള്ള അമ്മ പറയുകയാണ്, കർത്താവ്. നിന്റെ നാമം ശുദ്ധീകരിക്കും, നിന്റെ നാമം വിശുദ്ധീകരിക്കും. അതിനാണ് എൻ്റെ ജീവിതം. 1, നിന്റെ നാമം. 2, നിന്റെ രാജ്യം വരണം. വേദപുസ്തകം തരുന്ന ഏറ്റവും വലിയ ഉറപ്പ്, കർത്താവായ യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ് അല്ലേ? പഴയൊരു പാട്ടുണ്ട്, പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു വലയുമ്പോൾ, തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു വലയുമ്പോൾ. അതിൻ്റെ ആദ്യത്തെ വരി ഓർക്കുന്നുണ്ട് നിങ്ങൾ? എനിക്ക് ഉറപ്പുണ്ട്. രാജാക്കന്മാരുടെ രാജാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ ഈ സിനിമാ തിയേറ്ററിലാണെങ്കിൽ പോലും ആദ്യം 2 ഭക്തിഗാനം വെക്കും. അല്ല, ഇത് വെള്ളത്തില്ല, എന്തായാലും കൂടെ. അപ്പോൾ എനിക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാജാക്കന്മാരുടെ രാജാവ്,
വേദപുസ്തകം പറയുന്നു, രാജാക്കന്മാരുടെ രാജാവ്. ഇത് ആരോടാ പറഞ്ഞത്? ഫറവോൻ തന്റെ ജനത്തെ പീഡിപ്പിച്ച് അടിമകളാക്കി വെച്ചപ്പോൾ അവരോട് മോശയ്ക്ക് ദൈവം കൊടുത്ത വെളിപ്പാടാണ്, ഞാൻ രാജാക്കന്മാരുടെ രാജാവാണ്, വാഴിക്കുന്നതും ഇരുത്തുന്നതും ഇറക്കി വിടുന്നതും ഞാനാണ്, നീ പോക, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദിവസത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ, വീണ്ടും വീണ്ടും നിങ്ങൾ വായിച്ചോണം. നിങ്ങൾ യുദ്ധം ജയിച്ചത് വാളുകൊണ്ടല്ല, വില്ലുകൊണ്ടുമല്ല, രഥങ്ങൾ കൊണ്ടുമല്ല, പിന്നെയോ കടന്നലിനെ അയച്ച് ഞാൻ നിങ്ങളെ പിടിപ്പിച്ചു. വീട്ടിൽ പോയി വായിക്കണേ. നമുക്ക് കുഴപ്പം, നമ്മൾ പെതിയെ നമ്മളെല്ലാം കൊച്ചു രാജാക്കന്മാരാകുമേ. ചെറിയ ചെറിയ രാജാക്കന്മാരാ ഓരോരോ വിഷയങ്ങളില്ല. എനിക്കാണെങ്കിൽ പണ്ട് എലന്തൂരെ പ്രസംഗ മത്സരത്തിനെല്ലാം സമ്മാനം കിട്ടുമായിരുന്നേ. എങ്ങനെ കിട്ടാതിരിക്കും? ആരോടും പറയണ്ട, 3 പേരേ ഉള്ളൂ മത്സരിക്കാൻ. ഒരു നാണോ ഇല്ലാതെ ആ ട്രോഫിയെല്ലാം ഞങ്ങളുടെ വീട്ടിലങ്ങ് വെച്ചേക്കുവാണേ. അപ്പം ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ കാണിക്കുന്ന എനിക്ക് അങ്ങ് സന്തോഷമാണ്. രാജാവാ നമ്മളെല്ലാം, ഓരോ വിഷയങ്ങളുടെ രാജാവ്. കൊയറുകാരനോട് പിണങ്ങരുതേ. ഞാൻ 14-ാം വയസ്സിലാണ് കൊയറിൽ ജോയിൻ ചെയ്യാൻ ചെന്നത്. 14-ാം വയസ്സിൽ ഒരാമ്പിള്ളാരും കൊയറിൽ ജോയിൻ ചെയ്യാൻ പോകലെന്ന് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു. കാരണം ഈ വോക്കൽ കോഡ്സ് മാറുന്ന സമയമാണ്. അന്നേരം പാടിയാൽ കിട്ടത്തില്ല. അപ്പോൾ എന്നോട് പാടാൻ പറഞ്ഞു, ലോകശോക സാഗരെ നീ മുങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ കയറി പാടി ലോകശോക സാഗരെ എന്നായിട്ട്. അപ്പോൾ തന്നെ അമ്മമ്മ ഈ ചിരിച്ചതിനേക്കാൾ 1.5 ചിരി അവിടെ നിന്ന് മൊത്തം ആൾക്കാരും ചിരിച്ചു. കാരണം ഈ കൊയറിലെ രാജാക്കന്മാരുടെ മുന്നിൽ എൻ്റെ പാട്ടൊന്നുമേ ഇല്ല. ഓരോ തരം രാജാക്കന്മാരാണ്. 5-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ കൊച്ചു പറയാണ്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇത്രയേ ഉള്ളല്ലോ. എന്നാലും നമ്മളാണ് രാജാവ്. എല്ലാവരുടെയും തലയിൽ ഓരോ കിരീട ഇരിപ്പുണ്ടോ? അതുകൊണ്ട് തന്നെ വല്ലവൻ്റെയും തലയിരിക്കുമ്പോൾ വലിയ പാടാണ്. വാങ്ങിപ്പോയ ട്രസ്റ്റി ജീവനുള്ള ട്രസ്റ്റിയെ വാങ്ങിപ്പോകുന്നവനാക്കും എങ്ങനെയും. ഇരിപ്പുണ്ട്, കിരീടങ്ങളങ്ങ് ഇരിക്കുകയാണ്. അമ്മായിമ്മയുടെ തലയിൽ ഇരിക്കുകയാണ് വലിയ കിരീടം. ഇച്ചിരി കഴിഞ്ഞ് അമ്മായിമ്മയെ കുറിച്ച് പറയുന്നതുകൊണ്ട് അമ്മായിമ്മ ഇപ്പോൾ പറയുന്നില്ല. അപ്പം ഈ കിരീടം ഇറക്കി വെച്ചിട്ട് മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിലെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഭയങ്കര സന്തോഷമുള്ളൊരു വാക്യമുണ്ട് കേട്ടോ. വെളിപാട് പുസ്തകം കണ്ടോ? തുറക്കണേ പുസ്തകം. വെളിപാട് പുസ്തകം. ഐ എം വെരി ഹാപ്പി ദർ ഇസ് എ യങ്സ്റ്റർ ഹിയർ. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഓവർ. വെളിപാട് പുസ്തകം 4-ാം അധ്യായം കിട്ടിയോ? ദിവസം തുറന്നോ? അവിടെ കർത്താവിനെ ആരാധിക്കുന്ന സ്വർഗീയ ആരാധനയുടെ അതിമനോഹരമായ വർണ്ണനയാണ്. നിങ്ങൾ ഈ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയിലും ഈ 4-ാം അധ്യായം വായിച്ചിട്ട് പോയാൽ ഏത് പള്ളിയുടെ ആരാധനയാണെങ്കിലും സുന്ദരമായിട്ട് തോന്നും. എന്തുവാ നടക്കുന്ന അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ നോക്കുന്ന പോലെ പോയി ഇന്ന് ഫാനിൻ്റെ കീഴിലാണോ, ഫാനുണ്ട് അതിൻ്റെ കീഴിൽ നിൽക്കാം. അവിടെ നോക്കാനല്ല, ഇത് വേറെ. ഈ അധ്യായം വായിച്ചിട്ട് പോകണം. ഹോംവർക്കായിട്ട് പറയുക. ഏത് ആരാധനയ്ക്ക് പോകുന്നുണ്ടോ ഈ 4-ാം അധ്യായം വായിച്ചിട്ട് പോയാൽ മതി. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അതിമനോഹരമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് വായിക്കാം. 8, 9, 10, 11 വാക്യങ്ങൾ ഉച്ചത്തിൽ എല്ലാവരും ചേർന്ന് വായിക്കണം. എല്ലാവരും ചേർന്ന് വായിക്കുന്ന വലിയൊരു അനുഭവമാണ്. എനിക്ക് സങ്കടം തോന്നിപ്പോയി. മുമ്പേ ഒരു പാട്ട് പാടി, നമുക്ക് നല്ല അറിയാവുന്നൊരു പാട്ട്, പകുതി പേര് പാടി, മറ്റേതുപോലെ പാടി പോലെ നിന്നു, ചിലർ പേര് മനസ്സിൽ പാടി. അങ്ങനെ ആവരുത്. എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ വായിക്കാം. വെളിപാട് 4, 8, 9, 10, 11 വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കാം. 4 ജീവികളും ഓരോന്നിന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ഇനിയത്തെ വാക്യം ഇച്ചിരി വായിക്കണേ, ഇച്ചിരി ശക്തി കൊടുത്ത്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസന മുമ്പിൽ ഇടും. പ്രാർത്ഥന നമ്മുടെ കിരീടങ്ങളെ താഴ്ത്തിവെച്ച് ദൈവത്തെ രാജാവായി അംഗീകരിക്കുന്ന നിമിഷമാണ്. ഈ ആലയത്തിൽ ഇരിക്കുന്ന
ഈ പന്തലിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കിരീടങ്ങളെ ഇറക്കി വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുന്ന നിമിഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പുതിയ താളവും പുതിയ ബലവും ഉണ്ടാകും. ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുന്നവരാണെങ്കിലും ഈ കിരീടം കൊണ്ടിരുന്നാൽ സംഗതി താഴോട്ട് ഇറങ്ങത്തെ ഇല്ല. നമ്മളെല്ലാവരും പോകുന്ന സ്ഥലമാണ് പലസ്തീൻ. പലസ്തീനിലെ ബേത്ലഹേം ചർച്ച്, അതിമനോഹരമായ ദേവാലയം, പടുകൂറ്റൻ ദേവാലയം, ഒരു 30 മീറ്ററെങ്കിലും പൊക്കമുള്ള ദേവാലയം, ഒരു 10,000 പേർക്ക് ഈസിയായിട്ട് കയറി ഇറങ്ങാൻ പറ്റുന്ന ദേവാലയം. വലിയ ചടങ്ങുകളാണ് നടക്കുന്നത്. കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ സ്ഥലമൊക്കെ അവിടെയുണ്ട്. അതിമനോഹരമായ, ലോകത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ദേവാലയം. ഈ ദേവാലയത്തിൽ പോകാൻ ദൈവം ഒരു അവസരം തന്നു. പക്ഷേ ഈ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ഒരു 5 അടി കഷ്ടിച്ച് പൊക്കമുള്ള വാതിലാണ്. അപ്പം ഞാൻ ഇതെന്താ ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഇതൊരു മർമ്മമാണ്, കുനിഞ്ഞു മാത്രമേ അകത്തോട്ട് കയറാം. പ്രാർത്ഥനയിൽ കുനിഞ്ഞാണ് കയറേണ്ടത്. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ രാജ്യം വരണമേ. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വിശുദ്ധ ജീവിതം, ആത്മീക ജീവിതം, ശിഷ്യത്വത്തിന്റെ ജീവിതം, ഞാനും നിങ്ങളും എൻ്റെ ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുക. ഇത് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഇവിടെ പഠിപ്പിച്ചത് ഗദസമനിൽ അല്ലേ? കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം പറഞ്ഞേക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവൻ അധികാലത്തെ പോയി പ്രാർത്ഥിച്ചു എന്നോ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു എന്നോ പറയുന്നു. എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഇതാണെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ഒരേ ഒരു വേദഭാഗമേ ഉള്ളൂ. ശരിയാണ്? അവിടെ അവൻ പ്രാർത്ഥിക്കുന്നതാണ്, പിതാവേ, അല്ലേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമോ. ഇങ്ങനെ ആരും പ്രാർത്ഥിച്ചു പോകും. ശരിയാണോ? ചില വിഷയങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചു. അടുത്ത സെക്ഷനിൽ അത് നമ്മളോടെല്ലാം യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തിന്റെ അടയാളമാണ്. നമ്മൾ വായിക്കണേ, വേദപുസ്തകം വായിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും മാറി മാറി എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഓരോ വാക്യങ്ങളുമേ. അപ്പോൾ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിൽക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം. ഇതാണ് ക്രിസ്തീയ ജീവിതം. ജീവിതത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? അർഹിക്കാത്ത സന്തോഷങ്ങളുടെയും പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങളുടെയും ഘോഷയാത്രയാണ് ജീവിതം. ശരിയാണോ? അർഹിക്കാത്ത സന്തോഷങ്ങളുടെയും പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങളുടെയും ഘോഷയാത്രയാണ് ജീവിതം. നമ്മൾ വിചാരിക്കും, ഇങ്ങനെ പോയാൽ അങ്ങനെ പോവും, അങ്ങനെ പോയാൽ ഇങ്ങനെ പോവും, ഇങ്ങനെ ചെല്ലുമ്പോൾ അത് ശരിയാവും. അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഒട്ടും ശരിയാവത്തില്ലെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി നടത്തും. വളരെ ഭംഗിയാണ്, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ടപ്പയും തീരും. ശരിയാണ്? ആണോ? ഇത് തിരിച്ചറിവുണ്ടാവുകയാണ് ആവശ്യം. അപ്പോൾ ഓരോ ദിവസവും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ ഇഷ്ടമല്ല ദൈവ ഇഷ്ടത്തിന് നിരന്തരം കീഴ്പ്പെടുന്ന പരിപാടിയുടെ പേരാണ് പ്രാർത്ഥന. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടന്നേ. ചില പൊണ്ണക്കാര്യം പറയുവാണേ, ഗമയാണേ, ക്ഷമിക്കണേ, വല്ലപ്പോഴുമേ ഉള്ളേ, സ്ഥിരമായിട്ട് പറയാൻ പറ്റത്തില്ലേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടന്നു. അപ്പോൾ ആ ചേച്ചി എന്നെ വിളിച്ചു, കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞു, ഒത്തിരി സമയം എടുക്കുന്നു. അന്നല്ല അച്ഛൻ വന്നത്, ഭയങ്കര ക്ലോസ് റിലേഷനാണ്. ഞാൻ പോയി. നമുക്കറിയാം, പള്ളി ആരാധന അച്ഛന്മാർ നടത്തും. അത് കഴിഞ്ഞുള്ള ധാരാളമായ കുദാശകളും ക്രമീകരണങ്ങളൊക്കെ ആര് നടത്തും? വീഡിയോഗ്രാഫേഴ്സ്. അവർ 3 ആഴ്ച ഉടനെ തുടങ്ങും, പിന്നെയും ഉണ്ട് 3 ആഴ്ച. അതിന് സമയമൊന്നും കുഴപ്പമില്ല, ആർക്കും തിരക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും ഉണ്ടോ? ഈ പള്ളിയിലാണല്ലോ, അച്ഛാ പാട്ട് കുറച്ച് മതി പ്രസംഗിച്ച് എന്തായാലും കൊള്ളാം. അവർ നല്ല വീഡിയോഗ്രാഫേഴ്സൊക്കെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നല്ലതായിട്ട് ചെയ്യുന്നവരുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവർ വന്ന് എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. രസകരമായിട്ട് അവർക്ക് ഇതെല്ലാം അറിയാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഈ കല്യാണ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ നടക്കുന്നത് പെട്ടെന്ന് പറഞ്ഞാൽ കച്ച കൊടുക്കും. പിന്നെ ഇവിടെ മല്ലപ്പള്ളിയിലും കേൾക്കത്തില്ല, വേദോത്സവം കൊടുത്തു. ഞാൻ ഇന്ന് CSMന്റെ സെക്രട്ടറി അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ടു, കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മൾ വേദോത്സവം പ്രാർത്ഥനാക്രമം കൊടുത്ത് സ്വീകരിക്കും. അതൊക്കെ നല്ല കാര്യം. പിന്നെ പറഞ്ഞോ, സമയം തോന്നുന്നു. പിന്നെ മാല അവളെ പറയാൻ കാര്യമില്ല. കാരണം ഇത് മാത്രം നമ്മൾ പറയുന്നവരോ ഉള്ള കാര്യം പറയത്തില്ലല്ലോ. എന്തെങ്കിലും ഡിമാൻഡുള്ളൂ? ഒരു ഡിമാൻഡില്ല, നല്ല കൊച്ചിനെ മതിയെന്ന്. പിന്നെ ഇണക്കത്തി ബാക്കി ഓരോന്ന് ചോദിക്കും. അപ്പം മാലയും വളയൊക്കെ കൊടുക്കും. പിന്നോ നിങ്ങൾ പേടിക്കണ്ട. പിന്നെ പാല് ആദ്യമേ വരുമ്പോൾ പാലും അലുവായും വിട്ടുപോയി.
അല്ല ശരിയാ. പക്ഷേ പിന്നൊരു കാര്യങ്ങളുണ്ട്. എന്തോ ചെയ്യും? കൊച്ചി ചുമ്മാ ഒന്നും ഉമ്മ കൊടുക്കത്തില്ല, അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റും. ഈ കൊച്ചിനെ, അവിടെ വളർന്ന കൊച്ചിനെ പിടിച്ച് ഇങ്ങോട്ട്, ശരിയല്ലയോ? വല്ല വീട്ടിലും വളർന്ന കൊച്ചിനെ ആര് വാങ്ങിക്കും? ഈ വളർത്താത്ത അമ്മ വാങ്ങിക്കും, അല്ലേ? അമ്മായിയമ്മ വാങ്ങിക്കും. അമ്മായിയമ്മ അവൻ യാതൊരു ട്രെയിനിങ് ഇല്ലുണ്ടോ? ഇല്ല. അതില്ലെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ അറിയും. എന്തായാലും ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ കൊടുത്തു. ഈ എന്നെ ചേച്ചി ഇത് വാങ്ങിച്ചേച്ച് പറഞ്ഞു അവിടെ നിൽക്കാൻ. അപ്പൊ ഞങ്ങൾ പേടിച്ചു, കർത്താവെ തുടങ്ങുമ്പോഴേ തുടങ്ങി. അപ്പോൾ എന്നിട്ട് ഈ അമ്മാമ ഒരു കാര്യം ചെയ്തു. എൻ്റെ കസിൻ ചേച്ചി ഈ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, ഇവനെ അങ്ങോട്ടും കൂടെ കൊണ്ടുപോയിക്കോളാം. മനസ്സിലായോ? നാണമില്ലാതെ ഇങ്ങോട്ട് മാത്രം വാങ്ങിച്ചാൽ പോലെ അങ്ങോട്ടൂടെ കൊടുക്കണം. മനസ്സിലായില്ലേ? മനസ്സിലാവും. മൂത്ത മോളെ കെട്ടിച്ചു വിട്ടു. അവളെ കെട്ടിയേക്കുന്ന ചെറുക്കൻ നല്ല ചെറുക്കനാ. ഇവള് പറയുന്ന പോലെ എല്ലാം അവൻ അനുസരിക്കുമേ, വാക്ക് മാറരുത്. ഇവിടെ മല്ലപ്പള്ളിക്കടുത്ത് വലിയൊരു വീട്ടിലെ അടിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂത്ത മോളെ കെട്ടിച്ചു വിട്ടു. മരുമോൻ അവൻ പറയുന്ന പോലെ അവള് പറയുന്ന പോലെ എല്ലാം ചെയ്യും. കൃപയുള്ള കൊച്ചാച്ച, കൃപയുള്ള മരുമോനെ കിട്ടി. വാക്കിനി മാറരുത്. അപ്പൊ രണ്ടാമത് മോൻ കല്യാണം കഴിച്ചു. ഇളയത് മോനായിരുന്നു സാറേ. മോൻ കല്യാണം കഴിച്ചു. ഭാര്യ വന്നു. അവള് പറയുന്നതല്ല ഇവൻ കേൾക്കും. ഇവൻ പെങ്കോൻ തന്നെ ആച്ചാ, ഇപ്പൊ ഞങ്ങളെ വേണ്ടാന്ന്. മനസ്സിലായോ വിളച്ചില്? മനസ്സിലായില്ലേ? ഒരാൾ നോട്ടിടുന്നില്ല. നിങ്ങൾ കണ്ടോ? പേന മടക്കി. എന്റെ വിഷയം അതല്ലേ കേട്ടോ, എന്റെ വിഷയം. ഇത് കഴിഞ്ഞ് ഞാൻ സിനിമാമ്മയെ വിളിച്ചു. അമ്മാമ്മയെ, അതൊരു ഭയങ്കര ചെയ്ത്തായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മാമ്മ പറഞ്ഞു, ഇന്ന് എന്തോ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എന്തോ വെച്ചാൽ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഏത് പ്രാർത്ഥനയാണ്? സ്വർഗസ്വനാപിതാവേ. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്നു നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ആ പ്രാർത്ഥന അർത്ഥം എന്തോ വെച്ചു? ഞാൻ പറഞ്ഞു, എന്തോ കാലക്കടം നോക്കിക്കോണേ, കുടുംബത്തിലുള്ളവരെ വൈകിട്ട് വിളിച്ചേച്ച് ചോദിച്ച് ഇങ്ങോട്ട് കേൾക്കും. എന്തോ അമ്മേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ഇഷ്ടം മാത്രമല്ല, മറ്റുള്ളവരുടെ ഇഷ്ടം കൂടെ മനസ്സിലാക്കാനുള്ള വെളിവ് എനിക്ക് തരണമെന്ന് ആച്ചുള്ളൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കൊച്ചു കയറുന്നു വരുമ്പോൾ ഉള്ള സന്തോഷം അവർ കൂടെ വേണം എന്നുള്ള തിരിച്ചതിന്റെ പേരാച്ചോ പ്രാർത്ഥനയിൽ. ഞാൻ വല്ലതും പഠിച്ചിട്ട് കാര്യമുണ്ടോ സാന്തി വെച്ചാൽ? ഒരു കാര്യമില്ല വെച്ചാൽ. സെമിനാരി പഠിപ്പിച്ചു എന്തു? അപ്പൊ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവ ഇഷ്ടത്തിലൂടെ മറ്റേ ആൾ ഇഷ്ടത്തെ കൂടെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. 2, നിന്റെ രാജ്യം വരണമേ. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. 4, ഞങ്ങൾക്ക് അന്നത്തേക്കുള്ള ആഹാരം. സത്യത്തിൽ ആഹാരം എന്നുള്ള വാക്ക് വളരെ ലളിതമായ ട്രാൻസ്ലേഷനാണ്. യാവന, മന്ന എന്നൊക്കെയാണ്. മന്ന പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അല്ലേ? ശരിയല്ലേ? സംശയം? പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അല്ലേ? പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ കൊടുക്കുകയാണ്, ഓരോ ദിവസവും ദൈവം ആകാശത്തിന്റെ കിളിവാതിലിനെ തുറന്ന് അവർക്ക് കൊടുക്കും. ആണോ? അതിന് മന്നയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു ദിവസത്തേക്കേ കൊള്ളത്തുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ അഴുക്കായി. എത്ര മിടുക്കനും എത്ര കോരിയാലും ഒരുപോലെ. ശരിയാണോ? എനിക്ക് വലിയ സന്തോഷമാണ്. വലിയ ആൾക്ക് വലിയ പെട്ടി ഇല്ല, ക്ഷമിക്കും. വലിയ വീടിന് വലിയ കുദാശക്രമം ഇല്ല, ക്ഷമിക്കണം. അച്ചായൻ കുറച്ചു നാളായി കുർബാനുണ്ട്, 4 അപ്പം കൂടുതൽ ഇല്ല. ഈ മന്ന ഒരു അടയാളമാണ്. മന്ന ഒരു അടയാളമാണ്. ഏറി പെറുക്കിയാലും നിങ്ങളിൽ ആരൊക്കെ ഇത് വായിച്ചിട്ടില്ല? എന്റെ മുഖത്തോട്ട് നോക്കുന്നു സംശയമായി. എടുക്ക് പുസ്തകം, നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം. വേഗം നിൽക്കണേ, സമയം പോയ ആദ്യത്തിൽ എന്നെ പറഞ്ഞുള്ളൂ. നിങ്ങൾ എടുത്തോ പെട്ടെന്ന്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഉറക്കെ മുമ്പത്തെ പോലെ ഒച്ചത്തിൽ വായിക്കാം. അടുത്തിരിക്കുന്ന ആൾ ഉണർന്നോട്ട്, കാരണം അവരങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഒച്ചത്തിൽ വായിക്കണം. പുറപ്പാട് 14 മുതലുള്ള വാക്യങ്ങൾ. 14 മുതൽ 18 വരെ മതി, സമയം പോകുന്നത്. വേഗം വായിക്കാം, ഉച്ചത്തിൽ വായിക്കാം. പുറപ്പാട് 16, എക്സോഡസ് ചാപ്റ്റർ 16 verses 14 through 18. വീണ് കിടക്കുന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്നറിയാൻ ഇതെന്തെന്ന് തമ്മിൽ
ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു. ഓരോരുത്തന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുകയും താന്താന്റെ മനോഹരമാണ് ആ വാക്യം, ആണോ? ഈ വാക്യമൊക്കെ പഠിച്ചാൽ തന്നെ പകുതി മനപ്രയാസം കുറയും, BP കുറയും, കുശുമ്പ് കുറയും, അസിഡിറ്റി ഇല്ലാതാവും. സത്യത്തിലുണ്ടല്ലോ ഇത് മരുന്നാണ്. അപ്പോൾ ഓരോ ദിവസത്തേക്ക് ജീവിതം മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം തരും. ബഹുമാനപ്പെട്ട അച്ഛന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ട്, ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും സങ്കടങ്ങളെ, ഭാരങ്ങളെ, ചോദ്യങ്ങളെ നീ അറിയുന്നു. ഏതൊരാളുടെയും ഏത് ജീവിതത്തിന്റെ മധ്യത്തിലും കർത്താവ് ഓരോ ദിവസവും പോകാനുള്ള കൃപ. ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഈ നമ്മുടെ ആരെങ്കിലും സ്വന്തക്കാർ ആശുപത്രിയിലാകുമ്പോൾ ഡോക്ടർമാർ അവർ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കാൻ വേണ്ടി പറയുന്നൊരു സെന്റൻസ് ഉണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടോ അല്ലേ സാറേ? ഇത് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകും. കാരണം ഡോക്ടർമാർ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്കിത് കഴിഞ്ഞ് ഓരോ സെക്കൻഡിലും പടക്ക് പടക്ക് പടക്ക്. ശരിയാണോ? അപ്പോൾ നമ്മൾ വിളിച്ചു പറയാം, അച്ഛാ സന്ധ്യച്ച ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഷാജിച്ച ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ഉദ്ദേശി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. 24 മണിക്കൂറാണ്. ശരിയാണോ? അത്രേ ഉള്ളൂ. ശരിയല്ലേ? ദൈവം ഓരോ ദിവസവും കൃപയേ ഉള്ളൂ. സത്യമല്ലേ? നമ്മൾ ഒരിക്കലും ദയവ് ചെയ്ത് നിങ്ങൾ വിളിച്ച് പറയരുത്, നാളെ രാവിലെ ബാക്കി പറയാൻ വേണ്ടി കുഞ്ഞന്നമ്മയുടെ കാര്യം കുറച്ചുകൂടെ പറയാനുണ്ട്, അങ്ങനെ പറയരുത്. നാളെ ഞാനുണ്ടോ? അല്ല, ഏറ്റവും വലിയ വിസ്മയം ഞാൻ പെട്ടിയിലല്ല കട്ടിലാണെന്നുള്ളതാണ്. ശരിയല്ലേ? നമ്മളത് പറയില്ലേ? ഞാൻ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ എന്നെ ഇവിടെ മല്ലപ്പള്ളി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാളെ വിളിച്ചു. അച്ഛൻ നാളെ ഉറപ്പായിട്ട് രാവിലെ കാണുമല്ലോ. ഞാൻ പറഞ്ഞു, അവിടെ ഉറപ്പില്ല. അതിനാ അച്ഛൻ വേറെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞു അതല്ല, ഇന്ന് വൈകിട്ട് പുനല്ലൂരാണ് ഒരു കൺവെൻഷൻ. രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ പുനല്ലൂർ നിന്ന് ഒരാൾ വിളിച്ചു, അച്ഛാ വൈകിട്ട് ഉറപ്പായിട്ടും എത്തുമല്ലോ. ഞാൻ പറഞ്ഞു ഉറപ്പില്ല. അപ്പോൾ പുള്ളി ചോദിച്ചാൽ പക്ഷേ ഡയറി മാറിയെന്ന്. ഞാൻ പറഞ്ഞു ഡയറി അല്ല അച്ഛാ വിഷയം. അപ്പോൾ ഓരോ ദിവസത്തേക്കും ദൈവം കൃപ തരും. ആണോ? ഇന്ന് ഈ ദിവസം നിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ ദൈവം ഇറങ്ങി വരും, ദൈവം പ്രവർത്തിക്കും. അതുവരെ അവർ കണ്ടിട്ടില്ല. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു കാര്യം പറയാൻ പോവാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു വരുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൃപ ദൈവം തരും. അതാണ് വേദപുസ്തകം പറഞ്ഞത്, അല്ലേ? ശരിയാണോ? ഞാൻ അവിടെ ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ല സാറേ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു വിഷയത്തിൽ ഞാനോ നിങ്ങളോ കടന്നു പോകുമ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു കൃപ ദൈവം തരും. ഇതിന്റെ പേരാണ് അന്നത്തേക്കുള്ള ആഹാരം. ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തോ വേണം? മനസ്സമാധാനം ആണ്, അല്ലേ? മനസ്സമാധാനം വേണം. എന്തോ ചെയ്യണം? അടുത്ത വാക്യം, ഞങ്ങളുടെ കടക്കാരോട് കേൾക്കത്തില്ല, ഉറക്കെ വായിച്ച്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ, അങ്ങനല്ലേ? ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അത് മാത്രമല്ല പതിയെ പറയുന്നേ. ഞങ്ങളുടെ വീട്ടിൽ 5 മക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് അടി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് നിർബന്ധമാണ്. അപ്പം ഞാനൊക്കെ അടി ഉണ്ടാക്കിയ ദിവസമാണ് ഈ ഭാഗം വരുമ്പോൾ മനസ്സിലായോ? അതുകൊണ്ടാണ് അത് ഇതുവരെയുള്ള ശക്തി എല്ലാവരുടെയും പോയി. കണ്ടോ ആ ഉത്സാഹം? അത്രയെന്നേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ദോഷങ്ങളെയും ഞങ്ങളോട്. മനുഷ്യ ജീവിതത്തിൽ ദൈവികമായ കൃപയ്ക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമാണ് ക്ഷമയുടെ, നിരപ്പിൻ്റെ, പരസ്പരം പൊറുക്കുന്നതിൻ്റെ പ്രാർത്ഥന. ആണോ? ആണോ? എല്ലാ സഭകളുടെയും ആരാധനക്രമത്തിൽ ഇതുണ്ട്. ജൈൻ കമ്മ്യൂണിറ്റിയെ പഠിക്കേണ്ട കമ്മ്യൂണിറ്റിയാണ്. ജൈൻ കമ്മ്യൂണിറ്റി വർഷത്തിലൊരു ദിവസം ഈ ക്ഷമാപണത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഇന്ത്യയിലെ മറ്റു മതസമൂഹങ്ങളെയും ദയവായി പഠിക്കണം, എന്നാലേ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ജൈൻ കമ്മ്യൂണിറ്റി വർഷത്തിലൊരു ദിവസം പരസ്പരം ക്ഷമ ചോദിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ സഭകളിലും ഒക്കെ ഉണ്ട്, അല്ലേ? പാതി നോയമ്പിന്, 25 നോയമ്പിൻ്റെ അന്ന് അച്ഛൻ ജനത്തോടും ജനം അച്ഛനോടും ക്ഷമ ചോദിക്കണം. ഇതൊക്കെ ഉള്ളതാണ്, അല്ലേ?
ഈ ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ക്ഷമിക്കുന്നത് എളുപ്പമാണോ? ക്ഷമിക്കുന്നത് എളുപ്പമല്ല, ക്ഷമ ചോദിക്കുന്നത് എളുപ്പം. ആദ്യം നമുക്ക് ക്ഷമിക്കുന്നതിനെ പഠിക്കാം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ തൻ്റെ ശരീരത്തെ ഉപദ്രവിക്കുന്നവന് വേണ്ടി പറയുകയാണ്, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട്. ഈ ഒറ്റ പോയിന്റിലാണ് ലോകത്തിലുള്ള എല്ലാ നിയമവ്യവസ്ഥയുടെയും അടിയിൽ അവസാനം വരെ അവൻ കുറ്റവാളിയാണോ എന്ന് നിരീക്ഷിക്കണം എന്നുള്ള പോയിന്റ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ബിബ്ലിക്കൽ ഫിലോസഫിയാണ്. ഈ ഫിലോസഫിയാണ് ചെന്ന് വീണേക്കുന്ന എല്ലായിടത്തും. ഇപ്പം എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. ഓരോ സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥനയും ഓരോ റെക്കൺസിലിയേഷനാണ്. ദൈവമേ, അവർ ചെയ്തത് നീ ക്ഷമിക്കണം. ഞാൻ ചെയ്തത് എന്നോട്. ദൈവത്തോട് ക്ഷമ ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ദൈവത്തോട് ക്ഷമ ചോദിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ കുറ്റം വിധിക്കാതെ, വിശദീകരണം ചോദിക്കാതെ ക്ഷമിക്കുന്ന ദൈവം. നമ്മുടെ വീട്ടിലാണെങ്കിൽ പിള്ളേർ ഗ്ലാസ് പൊട്ടിച്ചു, നമ്മളങ്ങ് ചോദ്യത്തോടങ്ങ് ചോദിക്കും, ഇതാരാ എടുത്തത്, ഇതാരാ പൊട്ടിച്ചത്. പിന്നെ അതൊക്കെ സഹിക്കാം, പക്ഷെ മറ്റേതാ സഹിക്കാൻ വയ്യാത്ത എനിക്ക്. അല്ലേലും നീ എന്തോ എടുത്താലും എപ്പോഴും ഇങ്ങനെ. പിന്നെ മേലാൽ എടുക്കാനേ. അല്ല, നിങ്ങൾ വഴക്ക് പറയാൻ പഠിക്കണം പിള്ളേരെ. വിളിച്ചിട്ട് വേണം, മോനെ ചക്കരക്കുട്ട, നീ നല്ലവനാണല്ലോ, പൊതുവേ നീ എല്ലാം നല്ലതായിട്ടാണല്ലോ ചെയ്യുന്നത്, എന്തോ പറ്റി ഇന്ന് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ പറ്റിയത്. അവന് സന്തോഷമാകും. കുറേ നാളാകുമ്പോൾ അവൻ പഠിക്കും. ഞാൻ ഈയിടെ എൻ്റെ മോനെ വിളിച്ചു, മോനെ ചക്കരക്കുട്ട ഇനി വന്നേടാ. അവൻ പറഞ്ഞു, അപ്പ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ക്ഷമിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ്. ആ ക്ഷമ പരസ്പരം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം വിശുദ്ധമാകും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ, അതായത് ഭൗതിക ലോകത്തിൽ നിരന്നിട്ട് വേണം ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ. ആണോ? ആണോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളോട് വല്ലതും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവനെ മിസ് കോൾ അടിച്ചിട്ട് അവൻ എടുത്തില്ലെങ്കിൽ ആ പേര് പറഞ്ഞ് രക്ഷപ്പെടണം. അങ്ങനെ ഉണ്ടോ വാക്യം? ഞാൻ വിളിച്ചായിരുന്നു, കണ്ടില്ല. നീ അതവിടെ വെക്കണമെന്ന്. നീ അതവിടെ വെച്ചേച്ച് മുമ്പേ അവനോട് നിരക്കണം. അപ്പം ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ നിരക്കണമെന്നുണ്ട്, ആളങ്ങ് മരിച്ചുപോയി, ഇനി എന്തോ ചെയ്യുമെന്ന്. നമ്മൾ ശരിയാ, അല്ല ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ഞാൻ പറഞ്ഞു, ദൈവസന്നിധി നിരന്നാൽ മതി. ചിലപ്പോൾ ചിലരോട് പോയി നിരക്കാൻ പോയി അവർ നമ്മളെ നിരപ്പാക്കി കളയും. ശരിയല്ലേ? ചില മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ ഈ ക്ഷമ കൊടുക്കാൻ ഒരു കൃപ വേണം, വേണ്ടേ? അതാണ് ചില വീട്ടിലൊക്കെ നിരക്കാൻ ചെല്ലുന്ന വേറെ അടിയാവും. രണ്ടുപേര് വീട്ടിൽ പിണങ്ങിയെന്ന് വെച്ചു. ഒരാളാണെങ്കിൽ ക്ലാസ് എല്ലാം കേട്ട് ആവേശത്തിൽ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമോ, അച്ഛൻ്റെ ക്ലാസ് നല്ലതായിരുന്നു, ക്ഷമ വെക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛായ ക്ഷമിക്കണം, രാവിലത്തെ ഇത് നിമിത്തം പൂരി അടിയാവും, വൈകിട്ട് എന്നെ വിളിക്കും, അച്ഛൻ അടിയുടെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ. അതേ വേണ്ട. ക്ഷമ ചോദിക്കാനും ക്ഷമ നൽകാനും കൃപ വേണം, വേണ്ടേ? വേണ്ടേ? അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, സാരമില്ല, നിങ്ങൾ മറക്കുക. ഇന്ത്യയിലെ ഒരു വലിയ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ജഡ്ജ്, ഒരു അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിട്ട് ദിവസം പറഞ്ഞു, വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്താണ് വിഷമം? അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മുട്ടിന് സർജറി നടക്കുകയാണ്. എന്താണ് വിഷമം? അച്ഛൻ എൻ്റെ കൊച്ചിലെ ഞങ്ങൾ കളിച്ചപ്പം ഞാൻ അച്ഛൻ്റെ കാലെ തട്ടി, അച്ഛൻ വീണു, മുട്ട് പൊട്ടി. അന്ന് തുടങ്ങിയതാണ് മുട്ടുവേദന. ഇപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായി. അച്ഛൻ്റെ കാലിൽ സർജറി ചെയ്യുക. അച്ഛൻ എനിക്ക് ഭയങ്കര ദുഃഖം, അച്ഛൻ കുറ്റബോധം, വിഷമം. ഞാൻ സാരമില്ല, ദൈവത്തോട് പറ. ഞാൻ ചെയ്ത് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇപ്പം അച്ഛൻ ഇതൊക്കെ പ്രാർത്ഥിക്കാമോ? ഞാൻ ഇതെല്ലാം പിന്നെ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെയാണ് അല്ലേ? എൻ്റെ വേദനകൾ, എൻ്റെ ശോധനകൾ പ്രാർത്ഥിക്കണം, ദൈവം വിടുതൽ തരും. ചില കാര്യങ്ങൾ മറക്കാനും പറ്റണം, വേണ്ടേ? ശരിയല്ലേ? പണ്ടൊരിക്കൽ ഹിന്ദിക്ക് തോറ്റുപോയി. ഞാൻ പണ്ട് ഹിന്ദിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചില്ല, തോറ്റുപോയി എന്ന് വെച്ചോണ്ട് ഹേ ഹൂ ഹോ പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടെ ബാത് കണ്ണായി പടയകന. ഞാൻ 5 വർഷം ഡൽഹി ശുശ്രൂഷയ്ക്ക് വിട്ടപ്പം ഞാൻ ദൈവത്തോട് കർത്താവ് നീ കൊള്ളാം, ഹിന്ദിക്ക് തോറ്റവനെ ഹിന്ദിക്കാർ എനിക്ക് തന്നെ വിട്ടു. അപ്പൊ ദൈവം എന്നെ പഠിപ്പിക്കണം, നീ ഇത് മറക്കണം. ശരിയാണോ? ശരിയാണോ? ക്ഷമിക്കുമ്പോൾ കിട്ടുന്ന ഭയങ്കര മനസ്സമാധാനമുണ്ട് കേട്ടോ. അയ്യോ, അന്നേരം കിട്ടുന്ന ഒരു ആശ്വാസം ഭയങ്കരമാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിലാക്സ്ഡാ. മുന്നോട്ട് പോകട്ടെ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ
പ്രവേശിപ്പിക്കരുത്, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം വിവിധങ്ങളായ പരീക്ഷകളിൽ അകപ്പെടും. ദുഷ്ടനിൽ നിന്ന് തന്നെ വിടുവിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ശക്തി. ഇന്നലെ ഞാനൊരു വലിയ ക്ലാസ് കേട്ടു. ആ ക്ലാസ് കേട്ടത് കേരളത്തിലെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ ഒരു ക്ലാസ്സാണ്. സൈബർ ക്രൈം ഡീൽ ചെയ്യുന്ന ഒരു ഓഫീസറുടെ ക്ലാസ്. ആ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു, നിലമ്പൂരിനടുത്ത് ഒരാളെ 78 ലക്ഷം രൂപ അടിച്ചുകൊണ്ടങ്ങ് പോയി. 78 ലക്ഷം രൂപ. ആളെ പിടിച്ചപ്പോൾ ആള് ഇന്ത്യക്കാരനല്ല, വിദേശത്തു നിന്നാണ്. പിടിച്ച് ചെന്നപ്പോൾ അതിന് ബോംബെയിൽ സെൻ്ററുണ്ട്, പൂനെയിൽ സെൻ്ററുണ്ട്. വളരെ ട്രെയിൻഡാണ്. നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നു, നിങ്ങളുടെ വണ്ടിക്ക് ഒരു പെനാൽറ്റി ഉണ്ട്, മൊബൈൽ വഴി അടച്ചാൽ മതി, ചിലപ്പോൾ പോകും. അദ്ദേഹം വേറൊരു സംഭവം പറഞ്ഞു. ഒരു ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ വിളിച്ചു, 50,000 രൂപയുടെ ഇഷ്യൂ പറയാൻ വിളിച്ചാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2.5 ലക്ഷം രൂപ വേറെ അങ്ങ് പോയി. ക്രിമിനൽസ് ആർ വെരി ഇൻ്റലിജൻ്റ് ആണ്. പണ്ടൊക്കെ അയലോക്കത്തെ കുഞ്ഞുണ്ടിച്ചാൻ തേങ്ങ എടുത്തു എന്നൊക്കെ ആയിരുന്നല്ലോ വിഷയം. ഇപ്പം അതൊന്നുമല്ല, പുതിയ ജനറേഷനാണ്. നൈജീരിയയിലിരിക്കുന്ന കുഞ്ഞുണ്ടിച്ചാൻ അവിടെ ഇരുന്ന് ചൂണ്ടിയ തേങ്ങ ഇവിടെ നടന്ന് അങ്ങ് ചെല്ലും. കാലം മാറി. അല്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒത്തിരി കളിയാക്കി പേരിടുമായിരുന്നു. പകുതി എണ്ണം അതിരിനെ കുറിച്ചായിരുന്നു. ഒരു പേരായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ അപ്പച്ചനെ വിളിക്കുന്ന പേര് അതിരയിൽ. അവളായി ഫുൾ ടൈം അതിരയിലായിരുന്നു ഞങ്ങളുടെ താമസം. ഇപ്പം എന്തായാലും പിള്ളേർക്കൊന്നും അതിര് കാണണ്ട. വേണം ഒരുത്തനും പുറമോട്ട് ഇറങ്ങത്തൂരില്ല. അമ്മമാരുടെയൊക്കെ സങ്കടം ഇതാ. എൻ്റെ ചാവൻ വന്നിട്ട് മിറ്റത്തോട്ടൊന്നും ഇറങ്ങിയില്ല, പുറകിലത്തെ പറമ്പം നോക്കിയതേ ഇല്ല. ആര് പറഞ്ഞത് വാങ്ങിച്ചു വെക്കാൻ? ക്ഷമിക്കണം കേട്ടോ. ആരാമണ്ണൊരു കൊച്ചിനെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മാമ്മക്ക് അമ്മ അടിച്ചു. ഏതാ നമ്മുടെ അമ്മായി ഓൾഡ് ജനറേഷൻ. മോളെ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്, ഇത് മൊത്തം നിനക്കുള്ളതാണ്. പുതിയ ജനറേഷൻ കൊച്ചാണ്, ജെൻസിയാണ്. ചുമ്മാ ഓരോന്ന് കയറി ചോദിക്കരുത്. കൊച്ചു പറയും, ഇതൊക്കെ ആര് തൂക്കും എൻ്റെ അമ്മയെ നിറഞ്ഞു. അപ്പൊ തിരിച്ചു വരട്ടെ. എന്നെയും നിങ്ങളെയും തളർത്തിക്കളയുന്ന പൈശാചിക അനുഭവങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം വിടുവിക്കപ്പെടണം. ആണോ? ഒരാളും വീഴാതിരിക്കത്തക്ക സ്റ്റെബിലിറ്റി ഒരാൾക്കും ഇല്ല. ഞാൻ വായിച്ചിട്ടുള്ള ധ്യാനങ്ങളിൽ ഒന്നാണ്, മലയിൽ തട്ടി ആരും വീണിട്ടില്ല, ചെറിയ കല്ലിൽ തട്ടി പലരും വീണിട്ടുണ്ട്. ശരിയാണ്? മലയിൽ തട്ടി ആരും വീണിട്ടില്ല, ചെറിയ കല്ലിൽ തട്ടി പലരും വീണിട്ടുണ്ട്. ഞാനും നിങ്ങളും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ ശത്രുക്കളിൽ നിന്നും ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ കാത്തുകൊണ്ട്. പക്ഷെ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. അപ്പോഴാണ് അവസാനത്തെ വാചകം, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത്. ആർക്കുള്ളത്? ദൈവത്തിനുള്ളത്. ഈ പ്രാർത്ഥനയുടെ തുടക്കം എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരുടെ പിതാവേ? ആരുടെ പിതാവേ? അതാണ് ചോദ്യം. അത് പറയാൻ തീർത്താൽ കുഴപ്പമാണല്ലോ. യേശുക്രിസ്തുവിന്റെ പിതാവാം ദൈവത്തോട്, യേശുക്രിസ്തുവിനോട് ചേർന്ന ദൈവമക്കൾ, യേശുക്രിസ്തുവിന്റെ മക്കളായി തീർന്നവർ, യേശുക്രിസ്തുവിനോട് ചേർന്ന് സാഹോദര്യം അനുഭവിക്കുന്ന ദൈവമക്കൾ, രക്ഷിതാവായ ക്രിസ്തുവിൽ ചേർന്ന് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. അഥവാ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിക്കൂ. അപ്പോൾ ഒന്നാമത്തെ പാഠം എന്താണ്? കർത്താവായ യേശുക്രിസ്തു ആരാന്ന് അറിയണം. കർത്താവായ യേശുക്രിസ്തു ആരാണ്? ഈയിടെ ഒരാൾ ചോദിച്ചാൽ പുള്ളി പറയാം, നല്ലൊരു മനുഷ്യനാണെന്ന് വെച്ചാൽ തോന്നുന്നത് അച്ഛന് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ എന്ന്. എന്ത് കഷ്ടം. കർത്താവായ യേശുക്രിസ്തു അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പ്രവേശിച്ചു, അവൻ വീണ്ടും വരും. ഇതാണ് വിശ്വാസം. ഇതിലൊന്നുപോലും സംശയിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ വിശ്വാസമല്ല. ഞാൻ യൂറോപ്പിൽ ഒരിടത്ത് പോയി. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതിനകത്ത് അവസാനത്തെ മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല, കുഴപ്പമുണ്ടോ? യൂറോപ്പാണല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ട്. ABCDയിൽ Z മാത്രം വിശ്വസിക്കുന്നില്ലെന്ന് അമ്മാമ്മയ്ക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിലായി? പുള്ളി അതെങ്ങനെ അച്ഛാ പറ്റുന്ന? അക്ഷരമാലയല്ലോ, അങ്ങനെ മാറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അത് മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ഇത് അതിനേക്കാൾ ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നവർക്കാണ് ഈ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാമെന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് പുത്രനായ യേശുക്രിസ്തു. പുത്രനായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിനാലാണ് എനിക്കും നിങ്ങൾക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിക്കും.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, എൻ്റെ ജീവിതത്തെ ഒത്തിരി രൂപാന്തരപ്പെടുത്തിയ എൻ്റെ 2 അപ്പച്ചന്മാരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ അപ്പച്ചൻ കൊപ്ര കച്ചവടം ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു പ്രാവശ്യം കൊപ്ര ഇങ്ങനെ ഞങ്ങളെ എണ്ണയാട്ടാൻ കൊണ്ടുപോകണം. ഇവിടെ ഞാൻ പോയപ്പോൾ ഇവിടെ ഒരു വെളിച്ചെണ്ണ, ഡാനീസ് വെളിച്ചെണ്ണ അങ്ങനെ അങ്ങോട്ടൊക്കെ കണ്ടു, ഒരു പരസ്യമൊക്കെ കണ്ടു. നല്ല വെളിച്ചെണ്ണയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ഊരിലെ ബിജുവും ഞാനും ഭയങ്കര സുഹൃത്തുക്കളാണ്. അവിടെ പോകുന്ന വഴിക്കാണ് കണ്ടത്. അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ആട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനും അപ്പച്ചനും കൂടെ വെളിച്ചെണ്ണ കൊപ്ര ആട്ടാൻ പോവുകയാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ ഇതെല്ലാം എടുത്തിട്ടേക്കണം, ഒരു 5 കൊപ്ര അഴുക്കാണ്, അതങ്ങ് മാറ്റിയേക്കണം, ബാക്കിയെല്ലാം എടുത്തിട്ടേക്കണം. ഞാൻ ആ 5 കൂടെ എടുത്ത് ചാക്കിനകത്തിട്ടു. അപ്പച്ചൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അത് 5 എന്ത് ചെയ്യടാ? ഞാൻ പറഞ്ഞു, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങയല്ലയോ, ആ തേങ്ങയ്ക്കകത്തെ കൊപ്ര അഴുക്കാൻ നമ്മളെങ്ങനെ അറിയുന്നു? അതുകൊണ്ട് അതുകൂടി ഇരിക്കട്ടെ. അപ്പച്ചൻ എന്നെ നോക്കി, എന്നോട് ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന്. ഇപ്പോഴത്തെ അപ്പച്ചനൊക്കെയാണ് ന്യൂ ജനറേഷൻ അപ്പച്ചൻ, മോനെ കം സിറ്റ് ഹിയർ ഫോർ സം ടൈം, ലെറ്റ് മീ ടോക്ക് വിത്ത് യു, ഹാവ് എ ചാറ്റ് വിത്ത് യു സോ ദാറ്റ് ദ കൊപ്ര വിൽ ബി ഡയഗ്നോസ്ഡ് പ്രോപ്പർലി. പഴയ ജനറേഷൻ അപ്പച്ചൻ. അപ്പച്ചൻ പറഞ്ഞു, കുറഞ്ഞിടാന്ന് പറഞ്ഞു. ചാക്ക് കുറഞ്ഞിട്ടു. ഓരോന്നും നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10-250 എണ്ണം ഉണ്ട്, എൻ്റെ കുഴപ്പമല്ല, നിൻ്റെ കുഴപ്പമാണ്, നീ ഓർക്കാൻ പറഞ്ഞു. 250 എണ്ണം പെറുക്കിച്ചു, 5 എണ്ണം മാറ്റി വെപ്പിച്ചു. ബാക്കി 245 കഷ്ണം കെട്ടി സൈക്കിളിൻ്റെ പുറകെ വെച്ച് ചീക്കനാലോട്ട് എലന്തൂര് നടക്കുവാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. അപ്പച്ചൻ അറിയാം, എന്തോ ദേഷ്യം വന്നാലും പാട്ട് പാടിയാൽ ഞാൻ നിൽക്കും. അപ്പച്ചൻ പറഞ്ഞു, നിനക്ക് വിഷമമായടാ? നമുക്ക് വിഷമമായി, ഞാൻ നിനക്ക് പാട്ട് പഠിപ്പിക്കാം. അപ്പം ഞാനിങ്ങനെ സൈക്കിൾ തള്ളുന്നു, അപ്പച്ചൻ പുറകിലുണ്ട്. അപ്പച്ചൻ സൈക്കിൾ ഓടിക്കുന്നു, ഞാൻ പുറകിലുണ്ട്. ആ പാട്ട് ഒരിക്കലും ഞാൻ മറക്കില്ല. വഴുതിടാതവനെന്നെ കരങ്ങളിൽ കാത്തു നിർത്തുന്തൻ സവിധത്തിൻ മഹിമയിൽ നാഥൻ. വഴുതിടാതവനെന്നെ കരങ്ങളിൽ കാത്തു നിർത്തുന്തൻ സവിധത്തിൻ മഹിമയിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വമെന്നവനെന്നു ആമേൻ. ഭവിക്കട്ടെ മഹത്വമെന്നവനെന്നു ആമേൻ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. എൻ്റെ അപ്പച്ചൻ പ്രക്കാനം ജംഗ്ഷനായപ്പോൾ നിർത്തി. എൻ്റെ അപ്പച്ചൻ സൈക്കിള് സ്റ്റാൻഡിൽ വെച്ചിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ കുഞ്ഞിനെ നീ കാത്തുകൊള്ളു, വഴുതിടാതെ ഇവനെ നീ പരിപാലിക്കണം. കർത്താവിന് മുമ്പാകെ അവൻ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എൻ്റെ തലയിൽ എൻ്റെ അപ്പച്ചൻ കൈവച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ദൈവനാമത്തിൽ നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കീഴ്പ്പെടുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളെ ചേർത്ത് വെക്കുക, നിങ്ങളുടെ തലമുറകളെ ചേർത്ത് വെക്കുക. അതല്ലാതെ ഒന്നും നിലനിൽക്കുക. ഈ ദിവസം നമ്മൾ ഒരുമിച്ച് വന്നു, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പിതാവേ എന്ന് നമ്മളെ വിളിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു, പുത്രനായ ക്രിസ്തു, തൃത്വത്തിൽ ഒരുവനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഉള്ളം കൊണ്ട് ഏറ്റുപറഞ്ഞ് നാവ് കൊണ്ട് വിശ്വസിച്ച് അവന്റെ മുമ്പാകെ നമ്മളെ സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം മാറും, ജീവിതം രൂപാന്തരപ്പെടും. അത് കേവലമായി രൂപാന്തരപ്പെടുകയല്ല, അത് സമഗ്രമായി രൂപാന്തരപ്പെടും. അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അവന്റെ ഇഷ്ടത്തിന് നമ്മൾ കീഴ്പ്പെടും. അവന്റെ രാജ്യത്തിന്റെ ഹിതത്തിനായി നമ്മൾ ചേർന്ന് വരും. ദൈവമേ, നിന്റെ ദയയാൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഈ പകൽക്കാലം ദൈവകൃപ വ്യാപരിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഒരു ദിവസം കൂടെ ചേർന്ന് വരുവാൻ, ഒരു ദിവസം കൂടെ വചനം പഠിപ്പാൻ, ഏത് പുസ്തകത്തിലും വ്യത്യസ്തമായി കർത്താവിനെ അവതരിപ്പിക്കുന്ന പുസ്തകം, ജീവന്റെ ശക്തി നൽകുന്ന പുസ്തകം, തിരുവചനം ആഴത്തിൽ ധ്യാനിപ്പാൻ കർത്താവ് നമ്മളോട് സംസാരിച്ചതോ, അവൻ ഇരുന്നു കൊണ്ട് ചില ഉപദേശങ്ങൾ നൽകി, അവൻ പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അതിമനോഹരമായ ഭാഗം കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ദിവ്യ പ്രണയത്തിൽ, ശ്രേഷ്ഠ ബന്ധത്തിൽ, ഇന്റിമേറ്റ് റിലേഷനിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, ചില രഹസ്യാനുഭവങ്ങളെക്കുറിച്ച് ഇന്ന് പകൽക്കാലം നമ്മെ അവിടുന്ന് പഠിപ്പിച്ചല്ലോ.
കർത്താവേ, നീതി രഹസ്യമായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കും. ദാനം രഹസ്യമായിരിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥന ഒരു രഹസ്യാനുഭവം എന്ന് പഠിപ്പിക്കണം. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാമത്തെ ഉയർത്തുക. നീ രാജാവാണെന്ന് ഏറ്റു പറയത്തക്കണമെന്നും ഞങ്ങളുടെ കിരീടങ്ങളെ ഓരോ നിമിഷവും വിവിധങ്ങളായ കിരീടങ്ങളെ, അനുഭവത്തിന്റെ, പരിചയത്തിന്റെ, സമ്പത്തിന്റെ, അറിവിന്റെ ഒക്കെ കിരീടങ്ങളെ ഇറക്കി വെച്ച് പ്രാർത്ഥിപ്പാൻ നീ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഓരോ ഞായറാഴ്ചയും ഏറ്റു പറവാൻ ഞങ്ങളെ ഒരുക്കണം. ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തെയും കൂടെ ചേർത്ത് വെച്ച് ഞങ്ങളുടെ ഇഷ്ടത്തെ പരുവപ്പെടുത്തുന്ന ഒരു ഉയർന്ന മനുഷ്യരായി ഞങ്ങളെ തീർക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണം. നിന്നിൽ ഞങ്ങൾ പാപക്ഷമ പ്രാപിക്കുക. കർത്താവെ, നിന്നോട് ഞങ്ങൾ ഏറ്റുപറയുക. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യം. ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിക്കണം, നീ ഞങ്ങളോട് കൊടുക്കണം. ദൈവമായ കർത്താവേ, ഓരോ ദിവസത്തേക്കും നീ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറപ്പിനായി പരീക്ഷയ്ക്കകത്ത് ഞങ്ങൾ പെടാതെ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തന്നു ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുക. കർത്താവെ, വഴുതരാതെ നീ ഞങ്ങളെ കാത്തു. എല്ലാത്തിനും നന്ദി പറയാൻ, എല്ലാത്തിനും സ്തോത്രം പറയാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിമിത്തം സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടുതലിനായി സ്തോത്രം. ഈ പന്തലിന് കീഴിലിരിക്കുന്ന ഓരോരുത്തരും യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം, കുടുംബമായുള്ള ബന്ധം എങ്ങനെയെന്ന് നോക്കാൻ കർത്താവ് നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. കർത്താവേ, നന്ദി. ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഒരുക്കിയതിനായി നന്ദി. നീ ഇടപെട്ടതിനായി നന്ദി. നീ ചില ആലോചനകൾ തന്നതിനായി നന്ദി. നിന്റെ ധൈര്യം തന്നതിനായി നന്ദി. നിന്റെ പ്രത്യാശ തന്നതിനായി നന്ദി. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനായി നന്ദി. ഇതിനൊരുക്കിയവർക്കായി നന്ദി. നിനക്ക് നന്ദി പറഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.